മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി 5:5 വായിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യത ആത്മാവിൻ്റെ ഫലത്തിൻ്റെ 9 ഗുണാതിശയങ്ങളിൽ ഒന്നാണ്. സങ്കീർത്തനം 37:11. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. സൗമ്യത ദൈവിക സ്വഭാവം ആണ്. യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ എൻ്റെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. സങ്കീർത്തനം 25:7. സൗമ്യതയുള്ളവരെ അവർ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്കും തൻ്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു. സൗമ്യത സഹോദരിമാർക്ക് പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. സഹോദരിമാർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് സൗമ്യത. സാറായുടെ സ്വഭാവ വിശേഷമായിരുന്നു സൗമ്യത. 1 പത്രോസ് 3:1-6 വരെ വായിക്കാം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. സൗമ്യതയെ സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. ക്രിസ്തീയ ജീവിതം ആദ്യം നമ്മിൽ ആരംഭിച്ച് ഭവനത്തിൽ പ്രദർശിപ്പിച്ച് സഭയിൽ പ്രായോഗികമാക്കേണ്ട കാര്യമാണ്. ആദ്യം നമ്മിൽ ഓരോരുത്തരും ആരംഭിക്കണം. യേശു കർത്താവിൻ്റെ തിരുമൊഴികൾ നാം പഠിക്കുമ്പോൾ അത് പടിപടിയായി ഉന്നതമായ നിലയിലായിത്തീരുന്നതായി കാണുന്നു. ആദ്യം ആത്മാവിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഏൽപ്പിക്കുക. കർത്താവിനെ സന്ദർശിതാവായി സ്വീകരിച്ച മക്കളായി തീരുക. അടുത്തത് നാം മനസ്സിലാക്കിയത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ഉടനെ സകലവും ശരിയായി എന്ന് ധരിക്കരുത്. നമ്മെ കരുതുവാൻ, കാക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ മതിയായവൻ നമുക്കുണ്ട്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ് നമ്മോടുകൂടിയുണ്ട്. കരയുമ്പോൾ കരയേണ്ട എന്ന് പറയുന്ന കർത്താവ് നമ്മോടുകൂടിയുണ്ട്. ഭയപ്പെടുന്ന നാളിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ് നമുക്കുണ്ട്. ഇത്ര വലിയവനായ ദൈവം നമ്മിൽ വാസം ചെയ്യാൻ തയ്യാറായപ്പോൾ നാം എന്തിന് ഭയപ്പെടണം? അവനിൽ ആശ്രയിക്കാം. ദുഃഖിക്കുന്നവർ കരയുമ്പോൾ ആശ്വാസം നൽകുന്ന ദൈവം നമ്മെ നടത്തും. ഈ അറിവ് നമുക്കുണ്ടായാൽ സൗമ്യത എന്ന സ്വഭാവം നമ്മിൽ താനേ ഉണ്ടാകും. സകലത്തിനും സൗമ്യതയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കി നമ്മിൽ വസിക്കുന്നവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവൻ എന്ന് മനസ്സിലാക്കി കൂടുതൽ താഴ്മയോടെ ജീവിക്കാം. നമ്മിൽ താഴ്മയുടെ സ്വഭാവം ആരംഭിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. നമ്മുടെ കഴിവിലാണോ അതോ ദൈവത്തിലാണോ നാം ആശ്രയിക്കുന്നത്? നമ്മുടെ അഹങ്കാരവും ഉന്നതഭാവവും നിഗളവും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ താഴാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കഴിവല്ല നമ്മെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തിൽ നട്ടിരിക്കുന്നു. തക്ക കാലത്ത് ഫലം ആറ്റരികത്ത് വേരി ഒന്നിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാത്ത ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. താഴ്മയുള്ളവരാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അവർ എങ്ങനെയുള്ളവരാണ് എന്ന് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഗുണങ്ങൾ നമ്മിൽ വിളങ്ങാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവൻ ആനന്ദിക്കും. അതേ, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യപദവിയാണ് സൗമ്യതയും സമാധാനവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.